എൻ്റെ അറിവില്ലായ്മയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മത നേതാക്കന്മാരെയും മത പണ്ഡിതന്മാരെയും പോയി രാഷ്ട്രീയ നേതാക്കന്മാർ പോയി കാണുക, വോട്ട് അഭ്യർത്ഥിക്കുക. അത് ശരിയായ പ്രവണതയാണ്? എൻ്റെ വ്യക്തമായ അഭിപ്രായത്തിൽ അത് തീർത്തും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനെ. കാരണം ഇവരുമായി പോയി സംസാരിച്ച് അല്ലെങ്കിൽ അവരോട് സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരതിൻ്റെ വില ഒരു ഭീഷണിയാവും. 1995 സെപ്റ്റംബർ 23 പുതിയ ഭരണസമിതി വന്നപ്പോൾ UDFന്റെ ചെയർമാനായിട്ട് ആദ്യം ആ ചെയർമാൻ കസേരയിലിരുന്ന TK കുട്ടിയാണെന്ന് എന്നോടൊപ്പം ഉള്ളത്. ആദ്യമായിട്ട് കളമശ്ശേരി നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയ TK കുട്ടിയോട് തന്നെ കളമശ്ശേരിയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. അന്ന് എത്ര വാർഡുകളുണ്ടായിരുന്നു? അന്ന് മുനിസിപ്പാലിറ്റി ആയിട്ട് ആദ്യം വരുമ്പോൾ 32 വാർഡായിരുന്നു. 32 വാർഡ്. പിന്നെ വരുന്ന കാലങ്ങളിലാണ് കൂടി പോയി അടുത്ത 42 വന്ന് 46 ഈ വർഷത്തിൽ 46 വന്നിരിക്കുന്നത്. അന്ന് ചെയർമാനായിട്ടിരിക്കുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. മറക്കാൻ പറ്റാത്ത വല്ല ദുരനുഭവം സ്വന്തം പ്രവർത്തനത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്നോ ഉണ്ടായിട്ടുണ്ട്? ഈ ഓരോരുത്തരുടെ ആവശ്യങ്ങളും ഇതൊക്കെ ആയിട്ട് കൗൺസിലിൽ നല്ല ഒച്ചപ്പാടും ഉണ്ടാവും അല്ലേ? പ്രതിപക്ഷത്താണെങ്കിൽ വളരെ ശക്തരായ ആളുകളാണ്. അന്ന് AM യൂസുഫ് ഉണ്ട്, KB വർഗീസ് ഉണ്ട്, സക്കീർ ഹുസൈൻ ഉണ്ട്, പള്ളിയിലങ്ങരെയുള്ള ഹസൈനാരുണ്ട്, പിന്നെ കങ്ങരപ്പടിക്കെന്നുള്ള ഒരു ഏരിയയൊക്കെ ശക്തനായിട്ടുള്ള പ്രതിപക്ഷമായിരുന്നു അല്ലേ? ശക്തരായ പ്രതിപക്ഷം, ഒന്നിനും വിട്ടുവീഴ്ചയില്ലാത്ത അല്ലേ? ഒരു സുരേഷ് അങ്ങനെ തുടങ്ങിയ ആ ഒരു പ്രതിപക്ഷം ശക്തമായിരുന്നു. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും. LDF കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയത്തിൽ UDFന്റെ 6-7 പേര് അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അവിശ്വാസ പ്രമേയം പാസ്സാക്കി. അത് വല്ലാത്തൊരു സംഭവമായിരുന്നു. പാർട്ടി ഒരേ ഭരണത്തിലിരിക്കുന്ന ആളുകൾ അവരോടൊപ്പം കൂടി എന്നെ താഴെ ഇറക്കി. അതിനുശേഷമാണ് AM യൂസഫ് ഭരണം ഏറ്റെടുക്കുന്നത് അല്ലേ? കാരണം അത് കഴിഞ്ഞ് എൻ്റെ ഒരു വിശദീകരിച്ചാൽ അന്ന് UDFന് 16 സീറ്റും LDFന് 13 സീറ്റും 3 സ്വതന്ത്രർ. അതിൽ ഒരു സ്വതന്ത്രൻ കോൺഗ്രസ് റിബലായി മത്സരിച്ച സ്വതന്ത്രൻ, ബാക്കി രണ്ട് സ്വതന്ത്രന്മാർ. ഒന്ന് നമ്മുടെ സൈമൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പീറ്റേറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, പിന്നെ ഒന്നാമത് പട്ടാളൻ നാസർ മരിച്ചുപോയി. അവർ രണ്ടുപേരും, പട്ടാളൻ നാസറും സൈമണും മരിച്ചുപോയി. ബ്രയനും മരിച്ചുപോയി. ബ്രയൻ്റെ വീട്ടിൽ വെച്ച് മീറ്റിംഗ് കൂടി UDFന്റെ സ്ഥാനാർത്ഥികളെ തിരിച്ച് റിബലായി മത്സരിച്ചവൻ്റെ കയ്യും കാലും വെട്ടണമെന്നും ആദ്യം യോഗത്തിൽ പറയുന്ന ആൾ ബ്രയനാണ്. ആ ബ്രയനെ കൊണ്ടുപോയി HMT കോളനിയിൽ കൊണ്ടുപോയി റിബലായിട്ട് ലീഗിന് കൊടുത്ത സീറ്റായിരുന്നു. അത് അവരെ തോപ്പിച്ചുകൊണ്ട് റിബലായിട്ടോടെ ജയിച്ചു. ലീഗിന് മറക്കാൻ പറ്റാത്തൊരു അന്ന് വെപ്പില്ല. കൗൺസിൽ സ്ഥാനം ഇന്നതല്ല, പാർട്ടി വെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ചേർത്ത് അന്ന് ഈ പറഞ്ഞ ഗ്രൂപ്പും ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് ഞാനും ജമാലും തമ്മിൽ പാർട്ടിയിൽ മത്സരം നടന്നാണ് ഞാൻ ചെയർമാൻ ആകണത്. അങ്ങനെ കടപ്പെട്ട് വെട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിദ്വേഷമുണ്ടോ? പ്രതിപക്ഷത്തെക്കാളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഇതിനേക്കാളും ബുദ്ധിമുട്ട് വന്നത് എനിക്ക് UDFന്റെ ഭാഗത്തുനിന്ന് തന്നെ എനിക്കെതിരായ അവിശ്വാസം വരും. UDFന് ഉണ്ടെന്നത് LDF. പക്ഷെ അനുകൂലമായിട്ട് അവർ വോട്ട് ചെയ്തു. അങ്ങനല്ലേ അവർക്ക് ഭൂരിപക്ഷം. അവർ 13 ഉള്ളൂ. 32-ൽ 13 അവരുള്ളൂ. ഈ സ്വന്തന്മാര് ഒക്കെ UDFന്റെ കൂടെ ആയിരുന്നു. അതൊരു വല്ലാത്ത അനുഭവം വന്നു. അഭിമാനം തോന്നുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു പദ്ധതി കുടിവെള്ള പദ്ധതി, സ്വാശ്രയ കുടിവെള്ള പദ്ധതി തുടങ്ങിയത് കളമശ്ശേരിയില്ല. നമ്മുടെ കങ്ങരപ്പടിക്ക് കുറൂപ്പുറയിൽ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിച്ചിട്ട് അതിൻ്റെ വളരെ താഴെ ഉള്ളൊരു പാടത്തുള്ള വലിയൊരു കുളം ഉണ്ടായി. ആ കുളം വൃത്തിയാക്കി കെട്ടി സംരക്ഷിച്ച് മോട്ടർ വെച്ചിട്ട് അവിടെ നിന്ന് അടിച്ച് ഈ പിന്നെ ടാങ്കിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വീടുകൾ, ഈ ടാങ്കിൽ നിന്ന് വീടുകളിലേക്ക് ഇപ്പൊ നമ്മൾ ആരോ ചെയ്യുന്നത് പോലെ തന്നെ ആ പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. എൻ്റെ അറിവില്ലായ്മയാണെന്ന് എനിക്കറിയില്ല.
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മത നേതാക്കന്മാരെയും മത പണ്ഡിതന്മാരെയും പോയി രാഷ്ട്രീയ നേതാക്കന്മാർ പോയി കാണുക, വോട്ട് അഭ്യർത്ഥിക്കുക. അത് ശരിയായ പ്രവണതയാണ്. എൻ്റെ വ്യക്തമായ അഭിപ്രായത്തിൽ അത് തീർത്തും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനെ. കാരണം ഇവരുമായി പോയി സംസാരിച്ച് അല്ലെങ്കിൽ അവരോട് സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരതിൻ്റെ വില ചോദിക്കും. ഒരു ഭീഷണിയാവും അല്ലേ? ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ചിലപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില മതസ്ഥാപനങ്ങളുടെ അവരുടെ പ്രവൃത്തികൾ അതിനൊക്കെ നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. ശരിയല്ല എന്നുള്ളത് പുതിയ തലമുറ എല്ലാം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. പല നേതാക്കന്മാരെ പോയി കാണാം, നേതാക്കന്മാരെ കൈകാലം പിടിക്കുക, വോട്ട് ചോദിക്കുന്ന എല്ലാവരോടും ചോദിക്കാം. ഇതല്ല, ഇതൊരു വിലപേശലാണ്. ഇത് ശരിയല്ലാത്തൊരു രാഷ്ട്രീയമാണ് അല്ലേ? നിങ്ങൾക്ക് എന്നാൽ അത് ഈ കൂടുതലും ഉള്ളത് NSS, SNDP, ഈ ക്രിസ്തീയ സംഘടന, പക്ഷെ എന്ന് വെച്ചാൽ സമസ്ത, അതിന്റെ ഒന്നും അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഇത് കാണാനില്ല. അവരും ഇത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ കാരണം അവർ അത്ര ഓർഗനൈസ്ഡ് അല്ല. പിന്നെ ഒരു ഉദാഹരണം AP-യുടെ ഒരു ഇതാണ് കുറച്ച് ശക്തിയായിട്ടുള്ളത്. AP-യിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അതിപ്പോൾ SNDP-യിലും NSS-ലും എല്ലാത്തിലും. പക്ഷേ അവർ പറയുന്നത് പോലെയുള്ള ഒരു ഒരുമിച്ചൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇപ്പുറത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് വേണ്ടെന്ന് തന്നെയാണ്. വേണ്ടെന്നുള്ളതാണ്. അങ്ങനെ പോയി അവരെ കാല് പിടിച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്യുക അല്ലെ? എല്ലാവർക്കും പല ഇതുണ്ടാവുമല്ലോ. ഇത് മതേതരത്വ ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതല്ല. ഒന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് നടക്കുന്ന കളമശ്ശേരിയിൽ ഉള്ളത് നമുക്കൊരു നല്ല സ്റ്റേഡിയം ഇല്ല. പിള്ളേർക്ക് കളിക്കാൻ ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ പോലെയുള്ള ഒരു സംവിധാനം അന്ന് ആകെ ഉള്ളത് ഒന്നുകിൽ യൂണിവേഴ്സിറ്റി കോളനിയിലെ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ട്, അതല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ട്രാക്കാക്കി മാറ്റി. അത് നടക്കൂല ഇപ്പൊ. അല്ലെങ്കിൽ സെന്റ് പോൾസ് കോളേജിന്റെ ഇത്. പക്ഷെ അവിടെയും മറ്റാളുകൾക്ക് പ്രവേശനമില്ല. പിന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പുറകിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായി. അതിപ്പോ വാഹനങ്ങൾ ഇട്ട് നടത്തി. അപ്പൊ ശരിക്കും പറഞ്ഞ മുനിസിപ്പാലിറ്റിക്ക് ഒരു കളി ഗ്രൗണ്ട് ഇന്നുമില്ല. അത് പൂർത്തിയാക്കാൻ പ്രാധാന്യം കൊടുക്കണം. ഇനി വരുന്ന ആളുകൾ അതിലൊരു പുതിയൊരു തീരുമാനം ഉണ്ടാക്കണം. പല സ്ഥലങ്ങളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പ്രായമായ ആളുകളെ അവർക്ക് ഒരുമിച്ചൊന്ന് കൂടാൻ ഒരു സമയം പോകാൻ ആശയവിനിമയം നടത്താൻ ഒക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു സംവിധാനം, ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അല്ലേ? അത് അത്യാവശ്യമാണ്. എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലം ഇത് ചെയ്തിട്ട് വൈകിട്ട് അവര് ഒരു 60 വയസ്സിന് മുകളിലുള്ള വീട്ടിലിരുന്ന് മുഷിയേണ്ട ആരോഗ്യപരമായിട്ട് അവർക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂർ അവരെല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ സംസാരിക്കാൻ അതൊരു പുതിയ പദ്ധതിയായിട്ട് പറയുകയാണ് അല്ലെ? ഇനി വരുന്നത് ഉണ്ടാവേണ്ടതാണ് അല്ലേ? ഒന്ന് പൊതുവായിട്ടുള്ള ഒരു വലിയൊരു സ്റ്റേഡിയം. രണ്ടാമത് 60 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇടം. അത് പല വായനശാലകളും അല്ലെ, വായനശാല ക്ലബ്ബ് ഏത് രീതിയിലും അവർക്കൊരു എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇടമുണ്ടാവും. ഇതിപ്പോൾ യുവാക്കൾക്ക് ഓപ്പൺ ജിമ്മ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കളമശ്ശേരി നഗരസഭയിലെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള 46 വാർഡിലെ 60 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വന്നിരുന്ന് സന്തോഷിക്കാൻ ഒരിടം പുതുതായിട്ട് നിർമ്മിക്കണമെന്നാണ് പുതു ഇടം നിർമ്മിക്കണമെന്നാണ് മുൻ ചെയർമാനായ TK കുട്ടിയുടെ ഇപ്പോഴത്തെ ആവശ്യം.